അപ്പോൾ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ്. സിമ്പിൾ ആൻഡ് എമ്മി ചിക്കൻ കറി, കുക്കർ ചിക്കൻ കറി. ഒറ്റ വിസിലും കൊണ്ട് പരിപാടി സിമ്പിൾ. സമയോദിച്ചം ഗുണമോ മെച്ചം എന്നാണല്ലോ. അപ്പോൾ ഞാൻ ചിക്കൻ കറി ഇങ്ങനെ നന്നാക്കുന്ന സമയത്താണ് ഞാൻ കാര്യം ഓർത്തത്. നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകി ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. അതിനകത്തുള്ള ബാക്ടീരിയാസ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ചത്തു പോകുന്നുള്ള കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നും വിചാരിച്ചുകൊണ്ട് ചിക്കൻ അങ്ങനെ എടുത്ത് കുക്ക് ചെയ്യാനല്ല അവർ പറയുന്നത്. അതൊരു ടിഷ്യൂ പേപ്പർ എടുത്ത് ടാപ്പ് ഡ്രൈ ചെയ്ത് അങ്ങനെ ചെയ്യാനാണ് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ചിക്കൻ്റെ ഒരു സ്മെല്ലും അതിനകത്തുള്ള ഒരു ബ്ലഡും കാണുമ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നാറില്ല. അത് കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പാണ്. അപ്പോൾ പിന്നെ കഴുകാണ്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് തീരെ ദഹിക്കില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്? അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യങ്ങളും കഴുകി അതിനകത്ത് വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് എന്നിട്ടാണ് ഞാൻ കറി വയ്ക്കാറുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഒട്ടുമിക്ക മലയാളികളും ഇങ്ങനെ കഴുകി തന്നെയായിരിക്കും ഉപയോഗിക്കുക ചിക്കൻ. അതിപ്പോൾ എന്താണെങ്കിലും മലയാളികൾ കഴുകിയിട്ടേ കഴിക്കാറുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു അരിപ്പ എടുക്കുക, അതിനകത്ത് ചിക്കൻ ഇട്ടിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ അതിനകത്ത് കാണുന്ന ആ ഒരു ബ്ലഡും അതൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങ് കഴിക്കാനും തോന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ്? കമൻറ്റ് ചെയ്യൂ കേട്ടോ.